ഞായറാഴ്ച പുലർച്ചെ മഞ്ചേരി ചാരങ്കാവ് ഗ്രാമം കണ്ണു തുറന്നത് അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. അതും രക്തമുറഞ്ഞുപോകുന്ന ഒരു വാർത്ത. പുല്ലുവെട്ടി യന്ത്രം കൊണ്ട് സ്വന്തം സുഹൃത്തിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ മൊയ്തീൻ എന്തിനീ ക്രൂരത ചെയ്തുവെന്ന് നാട്ടുകാർക്ക് ഇനിയും വ്യക്തമല്ല. പോലീസും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരവും നൽകാൻ തയ്യാറായിട്ടുമില്ല. മൊയ്തീനെതിരെ നേരത്തെ സ്ത്രീധന പീഡന പരാതിയുണ്ടെന്ന് പോലീസ് പറയുന്നു. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണ്. ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ആരോപണമുണ്ട്. പോലീസ് ലോക്കപ്പിൽ മൊയ്തീൻ അക്രമാസക്തനാകുകയും പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇതിനാൽ തന്നെ ഇയാൾ പറയുന്നത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുമില്ല. കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന പ്രവീൺ നാട്ടുകാർക്കും പ്രിയങ്കരനായിരുന്നു. മൊയ്തീന്റെ അരുംകൊല ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. സംഭവസ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് കൊല്ലപ്പെട്ട പ്രവീൺ താമസിക്കുന്നത്. കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന പ്രവീൺ ക്രിക്കറ്റ് താരം കൂടിയാണ്. ചാരങ്കാവ് അങ്ങാടിക്ക് സമീപം ഞായറാഴ്ച രാവിലെ 6:45 നാടിനെ നടുക്കിയ കൊലപാതകം. പ്രവീണും ചാത്തങ്ങോട്ടുപുറം വീട്ടിക്കപ്പറമ്പ് സുരേന്ദ്രനും ഒന്നിച്ച് കാടുവെട്ടാൻ പോകുമ്പോഴായിരുന്നു ദാരുണ സംഭവം. ഇതിനിടെ അടുത്തെത്തിയ മൊയ്തീൻ സുരേന്ദ്രനിൽ നിന്ന് പുല്ലുവെട്ടുന്നതിനാണെന്ന് പറഞ്ഞ് യന്ത്രം വാങ്ങുകയും യന്ത്രം സ്റ്റാർട്ടാക്കി പ്രവീണിന്റെ കഴുത്തിൽ വെക്കുകയുമായിരുന്നു. കഴുത്തറ്റ പ്രവീൺ തൽക്ഷണം മരിച്ചു. പിന്നെയും ഒരാളെ കൂടി തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് നടന്നുപോയ മൊയ്തീനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. പ്രകോപനമില്ലാതെ നടത്തിയ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂവെന്നുമാണ് പോലീസ് പറയുന്നത്. പ്രജിഷയാണ് പ്രവീണിന്റെ ഭാര്യ. വിഖേയ ഏക മകളാണ്. കുഞ്ഞുലക്ഷ്മിയാണ് മാതാവ്. ഈ ചാനൽ ന്യൂസ്, മഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.